കെ.പി.സി.സി അധ്യക്ഷനായി കെ. സുധാകരൻ വീണ്ടും ചുമതലയേൽക്കാനുള്ള സാഹചര്യമൊരുക്കിയത് പ്രവർത്തക സമിതി അംഗം എ.കെ. ആന്റണി. തന്നെ അപമാനിച്ച് ഇറക്കിവിട്ടാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന സന്ദേശം സുധാകരൻ നൽകിയത് ആന്റണിക്കാണ്. കണ്ണൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ എം.പി. സ്ഥാനം രാജിവെക്കുമെന്ന നിലപാടും എടുത്തു. ഇതിനൊപ്പം കടുത്ത അനീതിയാണ് തന്നോട് കാട്ടുന്നതെന്നും സുധാകരൻ വിശദീകരിച്ചു. ഇതോടെയാണ് വിഷയത്തിൽ ആന്റണി ഇടപെട്ടത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയോട് ഈ വിഷയം ഉന്നയിച്ചു. ഇതോടെ സുധാകരന് അനുകൂലമായ തീരുമാനം വന്നു. സ്ഥാനത്തേക്ക് മടങ്ങിയെത്തി ചുമതലയേൽക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാവിലെ 10:30-യോടെയാണ് കെ. സുധാകരൻ കെ.പി.സി.സി ആസ്ഥാനമായ ഇന്ദിരാഭവനിലെത്തി വീണ്ടും ചുമതലയേറ്റത്. സ്ഥാനമേൽക്കുന്നതിന് മുൻപ് കെ. സുധാകരൻ മുതിർന്ന നേതാവ് എ.കെ. ആന്റണിയെ വീട്ടിൽ ചെന്ന് കണ്ടു. അതേസമയം ചടങ്ങിൽ നിന്ന് ആക്ടിംഗ് പ്രസിഡന്റ് എം. ഹസ്സൻ വിട്ടുനിന്നു. കടുത്ത അതൃപ്തിയിലാണ് ഹസ്സൻ. നിലവിൽ UDF കൺവീനറാണ് ഹസ്സൻ. ഹസ്സന്റെ അടുത്ത നീക്കം നിർണായകമാണ്. ഹൈക്കമാൻഡിനോട് എ.കെ. ആന്റണി സംസാരിച്ച് സുധാകരന് ചുമതല തിരികെ ഏൽക്കാൻ അനുവദിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച സുധാകരനെ അപമാനിക്കുന്ന നിലപാടിലേക്ക് പോകരുതെന്ന് എ.കെ. ആന്റണിയും ഹൈക്കമാൻഡിന് മുന്നിൽ നിലപാട് എടുത്തതോടെയാണ് സുധാകരന്റെ തിരിച്ചുവരവിന് കളമൊരുങ്ങിയതെന്നാണ് പാർട്ടിയിലെ ഉന്നത നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ആന്റണി ഇടപെട്ടതോടെ കെ.സി. വേണുഗോപാലിനും ഒന്നും ചെയ്യാൻ കഴിയാതെയായി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിനെ തുടർന്ന് പ്രസിഡന്റിന്റെ ചുമതല എം. ഹസ്സന് നൽകുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ചുമതല തിരികെ ഏറ്റെടുക്കാൻ എത്തിയപ്പോഴാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മാത്രം ചുമതല ഏറ്റാൽ മതിയെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത്. കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് ഇക്കാര്യം സുധാകരനെ അറിയിച്ചത്. ഹൈക്കമാൻഡ് നിർദ്ദേശത്തിൽ സുധാകരൻ അതൃപ്തനായിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മടങ്ങിവന്ന് ചുമതലയേൽക്കാൻ അനുവദിക്കണമെന്നും അല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്കും താൻ നീങ്ങുമെന്നും സുധാകരനും ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. ഇതിനിടെയാണ് ആന്റണി വിഷയത്തിൽ ഇടപെട്ടത്. ഖാർഗെയും ആന്റണിയുടെ നിലപാടിനൊപ്പം നിന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം കെ.പി.സി.സിയിൽ പുനഃസംഘടന നടന്നേക്കും. അങ്ങനെ പുനഃസംഘടനയിലൂടെ മാറ്റുന്നതിനെ സുധാകരനും എതിർക്കുന്നില്ല. എന്നാൽ അപമാനിക്കും വിധമുള്ള നടപടി അംഗീകരിക്കില്ലെന്നായിരുന്നു സുധാകരന്റെ പക്ഷം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ.